ഹലോ എവ്രിവൺ, വെൽക്കം ടു കെംഫോട്സ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിലെ ഇമ്പോർട്ടൻറ്റ് പോർഷൻ ആയിട്ടുള്ള അസിഡിറ്റി റിലേറ്റഡ് കോൺസെപ്റ്റ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ജനറൽ ഓർഗാനിക് കെമിസ്ട്രി പഠിക്കുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്കാണ് അസിഡിറ്റിയും ബേസിസിറ്റിയും. അതിലെ അസിഡിറ്റീൻ്റെ പോർഷനാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് ഡിഫറെൻറ്റ് തിയറീസ് അസോസിയേറ്റഡ് വിത്ത് അസിഡിറ്റി ആൻഡ് ബേസിസിറ്റി അത് നമുക്കൊന്ന് നോക്കാം. അരീനസ് കോൺസെപ്റ്റ് പ്രകാരം ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ അക്വസ് സൊല്യൂഷൻ്റെ അകത്ത് H+ അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുന്ന സബ്സ്റ്റൻസസിനെയാണ് നമ്മൾ ആസിഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അക്വസ് സൊല്യൂഷൻ്റെ അകത്ത് H+ അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുന്ന സ്പീഷീസ് ആണ് ആസിഡ് എന്ന് പറയുന്നത്. ബേസ് ആണെങ്കിൽ അക്വസ് സൊല്യൂഷൻ്റെ അകത്ത് OH- കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുന്ന സ്പീഷീസ് ആണ് ബേസ് എന്ന് പറയുന്നത്. സോ ഇവിടെ ആസിഡിൻ്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് HCl പറയാം, HCl, H2SO4 അങ്ങനെയുള്ള ആസിഡ്സ് ഒക്കെ നമുക്ക് പറയാം. അതേസമയം ബേസ് ആണെങ്കിൽ നമുക്ക് NaOH പറയാം. ഓക്കെ, ഇനി ലോറി ബ്രോൺസ്റ്റഡ് കോൺസെപ്റ്റ് പ്രകാരം നമുക്കറിയാം ആസിഡ്സ് എന്ന് പറയുന്നത് H+ ഡോണേഴ്സ് ആണ് ആൻഡ് ബേസ് എന്ന് പറയുമ്പം H+ ആക്സെപ്റ്റർ. അതായത് പ്രോട്ടോൺ ഡോണർ ആണ് ആസിഡ് എന്ന് പറയുന്നത്, പ്രോട്ടോൺ ആക്സെപ്റ്റർ ആണ് ബേസ് എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ലോറി ബ്രോൺസ്റ്റഡ് കോൺസെപ്റ്റ്. അപ്പം ഇതിൽ നമ്മൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കാം. നമുക്ക് ഈ ഒരു കേസിൽ ബി ഉണ്ട്, HAയുമായിട്ടാണ് കമ്പൈൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് BH+ഉം A-ഉം. അപ്പോൾ ഇവിടെ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? ഈ ബി വന്നിട്ട് ഈ AHൻ്റെ അകത്തുള്ള H, അതായത് H+നെ അബ്സ്ട്രാക്ട് ചെയ്യും. അങ്ങനെ BH+ ഫോം ചെയ്യും, ദെൻ A-ഉം. ഓക്കെ, സോ ഇവിടെ ബി എന്ന് പറയുന്നത് ബേസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്, HA എന്ന് പറയുന്നത് ആസിഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്, അല്ലേ? ഇനി ഈ ബി എന്ന് പറയുന്നത് പ്രോട്ടോണിനെ അബ്സ്ട്രാക്ട് ചെയ്തിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? BH+ ആയിട്ട് മാറുന്നത്. സോ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? ഇവിടെ എന്ത് സംഭവിക്കുന്നത്? ഇവിടെ അഡീഷൻ ഓഫ് പ്രോട്ടോൺ ആണ് സംഭവിക്കുന്നത്. അപ്പോൾ ബേസിക്കലി ഈ ഒരു കേസിൽ ഈ ബേസ്, അതായത് H+ ആക്സെപ്റ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നത് ബി ആണ്. ആൻഡ് നമുക്ക് കിട്ടുന്നത് ഒരു BH+ എന്ന് പറയുന്ന സ്പീഷീസ് ആണ്. സോ ഈ BH+ എന്ന് പറയുന്ന സ്പീഷീസ് ഈ ഒരു ബേസിൻ്റെ കോഞ്ചുഗേറ്റ് ആസിഡ് ആണെന്ന് നമുക്ക് പറയാം, കോഞ്ചുഗേറ്റ് ആസിഡ്. അതേപോലെ നമ്മൾ HA ഈ ഒരു സ്പീഷീസിനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ H+ൻ്റെ ലോസ് ആണ് സംഭവിക്കുന്നത്, അല്ലേ? നമുക്കിവിടെ എന്ത് ചെയ്താം? റിമൂവൽ ഓഫ് പ്രോട്ടോൺ ആണ് സംഭവിക്കുന്നത്, റിമൂവൽ ഓഫ് പ്രോട്ടോൺ. അതുകൊണ്ട് തന്നെ ഈ ആസിഡിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കോഞ്ചുഗേറ്റ് ബേസ് ആണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന A- എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മളിങ്ങനെ ഒരു ആസിഡ് ബേസ് റിയാക്ഷൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഏത് ആസിഡിന് കറസ്പോണ്ടിങ് ആയിട്ടും ഒരു കോഞ്ചുഗേറ്റ് ബേസ് ഉണ്ടാവും, അതേപോലെ തന്നെ എല്ലാ ബേസിന് കറസ്പോണ്ടിങ് ആയിട്ടും ഒരു കോഞ്ചുഗേറ്റ് ആസിഡും പ്രസൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ നോർമൽ കേസിൽ നമ്മളിപ്പം HClഉം വാട്ടറും കൂടി മിക്സ് ചെയ്യുന്നു വിചാരിക്കാം. അങ്ങനെ ആവുന്ന സമയത്ത് നമുക്കറിയാം H+ന് HCl വാട്ടറിന് കൊടുക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് H3O+ ഹൈഡ്രോണിയം അയോൺ ആൻഡ് Cl- ഫ്രീ ആയിട്ട് വെക്കും. അപ്പോൾ ഈ ഒരു കേസിൽ ആസിഡ് എന്ന് പറയുന്നത് HCl ആണ്, ബേസ് എന്ന് പറയുന്നത് വാട്ടർ ആണ്. അതേപോലെ ഈ ഒരു HCl എന്ന് പറയുന്ന ആസിഡിൻ്റെ കോഞ്ചുഗേറ്റ് ബേസ് ആണ് ആര്? Cl- എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഈ പ്രോട്ടോൺ റിമൂവ് ചെയ്താൽ കിട്ടിയതാണ് നമുക്ക് ഈ Cl- എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ബേസിൻ്റെ കോഞ്ചുഗേറ്റ് ആസിഡ് ആണ് H3O+ എന്ന് പറയുന്നത്. ഇതേ സമയം നമ്മളിപ്പം അമോണിയാണ് എടുക്കുന്നതെങ്കിൽ അമോണിയൻ്റെ കൂടെ വാട്ടർ ആരായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്? ആസിഡ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അമോണിയ എന്ന് പറയുന്നത് ബേസ് ആയിട്ട് ആക്ട് ചെയ്യും, ഇവിടെ വാട്ടർ എന്ന് പറയുന്നത് ആസിഡ് ആയിട്ട് ആക്ട് ചെയ്യും. നമുക്ക് കിട്ടുന്നത് അമോണിയ ബേസ് ആയതുകൊണ്ട് തന്നെ വാട്ടറിൻ്റെ അകത്തുള്ള പ്രോട്ടോണിനെ അബ്സ്ട്രാക്ട് ചെയ്തിട്ട് NH4+ ആയി മാറും. വാട്ടർ H+ റിമൂവ് ചെയ്തിട്ട് OH- ആവും. സോ ഈ ഒരു കേസിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും ഈ NH3 അമോണിയ എന്ന് പറയുന്ന ബേസിൻ്റെ കോഞ്ചുഗേറ്റ് ആസിഡ് ആണ് നമ്മുടെ NH4+. അതേപോലെ H2 എന്ന് പറയുന്ന ആസിഡിൻ്റെ കോഞ്ചുഗേറ്റ് ബേസ് ആണ് OH- എന്ന് പറയുന്നത്. സോ ലോറി ബ്രോൺസ്റ്റഡ് കോൺസെപ്റ്റ് പ്രകാരം നമുക്ക് ഇതേപോലെ ആസിഡ് ബേസ്, കോഞ്ചുഗേറ്റ് ആസിഡ്, കോഞ്ചുഗേറ്റ് ബേസ് ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഇനി ഇതോട് അനുബന്ധിച്ച് നമുക്ക് പറയാനുള്ള ഒരു കാര്യമാണ്, അതായത്
the stronger the acid, the weaker its conjugate base. അതായത് നമ്മുടെ ആസിഡ് എത്രമാത്രം സ്ട്രോങ് ആണോ അത്രയും വീക്കർ ആയിരിക്കും അതിന്റെ കോൺജുഗേറ്റ് ബേസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് വേറൊരു കാര്യം പറയാം, the stronger the base എത്രമാത്രം സ്ട്രോങ് ആണോ അത്രയും വീക്കർ ആയിരിക്കും അതിന്റെ കോൺജുഗേറ്റ് ആസിഡ്. ഓക്കെ, സോ ഈ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇവിടെ നമ്മളെ ആസിഡ് HA ആണ് അല്ലെ. HA എത്രമാത്രം സ്ട്രോങ്ങർ ആണോ അത്രയും വീക്കർ ആയിരിക്കും ഈ A- എന്ന് പറയുന്നത്. അതേപോലെ ബേസ് ആയിട്ടുള്ള B എത്രമാത്രം സ്ട്രോങ്ങർ ആണോ അത്രയും വീക്ക് ആയിരിക്കും അതിന്റെ കോൺജുഗേറ്റ് ആസിഡ് ആയിട്ടുള്ള BH+. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു the stronger the acid, weaker its conjugate base അല്ലെ. ആസിഡ് എത്ര സ്ട്രോങ് ആണോ അത്രയും വീക്ക് ആയിരിക്കും അതിന്റെ കോൺജുഗേറ്റ് ബേസ് എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. വീക്കർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബേസിക്കലി സ്റ്റേബിൾ ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, നമ്മളിപ്പം ആസിഡ് എത്രമാത്രം സ്ട്രോങ് ആണോ അത്രയും പെട്ടെന്ന് അതെന്ത് ചെയ്യും, H+നെ റിമൂവ് ചെയ്യും. അപ്പൊ നമുക്ക് കിട്ടുന്ന സ്പീഷീസ് എന്ന് പറയുന്നത് വീക്ക് ആണെന്ന് നമ്മൾ പറഞ്ഞു. വീക്ക് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, അത് സ്റ്റേബിൾ ആയിരിക്കും, അതായത് അത്രയും പെട്ടെന്ന് റിയാക്ട് ചെയ്യില്ല. A- ആയിട്ട് നമുക്ക് കിട്ടുന്ന കോമ്പൗണ്ട് A- ആയിട്ടായിരിക്കും നിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. സോ അതാണ് അതിന്റെ സ്റ്റേബിൾ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോർമൽ ആയിട്ടുള്ള കുറച്ച് കോമ്പൗണ്ട്സിന്റെ അസിഡിക് സ്ട്രെങ്ത് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ എത്തനോൾ ഉണ്ട്, അതേപോലെ വാട്ടർ, ദെൻ ഫീനോൾ, അതേപോലെ തന്നെ നമ്മുടെ എത്തനോയിക് ആസിഡ്, ദെൻ നൈട്രിക് ആസിഡ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും വാട്ടറിനെക്കാളും ലെസ് അസിഡിക് ആണ് നമ്മുടെ എത്തനോൾ വരുന്നത്. ദെൻ ഫീനോള് വാട്ടറിനെക്കാളും അസിഡിക് ആണ്. അതേപോലെ നമ്മുടെ ഓർഗാനിക് ആസിഡ് ആണ് നെക്സ്റ്റ് വരുന്നത്. ദെൻ നമ്മുടെ ഇനോർഗാനിക് ആസിഡ് ആണ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ലൂയിസ് കോൺസെപ്റ്റ് നോക്കാം. ലൂയിസ് കോൺസെപ്റ്റ് പ്രകാരം നമുക്കറിയാം ആസിഡ്, ഒരു ലൂയിസ് ആസിഡ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ ആക്സെപ്റ്റർ ആണ്. അതേസമയം ലൂയിസ് ബേസ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ ഡോണർ ആണ്. ഇലക്ട്രോൺ ആക്സെപ്റ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇവരെ നമ്മൾ ഇലക്ട്രോഫൈൽസ് എന്ന് വിളിക്കാറുണ്ട്. അതേസമയം നമ്മുടെ ബേസ്, ലൂയിസ് ബേസ് ഇലക്ട്രോൺ ഡോണർ ആയതുകൊണ്ട് ഇവരെന്താണ്, ന്യൂക്ലിയോഫൈൽസ് ആണ്. നമ്മൾ നോർമലി കാണുന്ന എക്സാമ്പിൾ ആണ് ആസിഡിന്റെ കേസിൽ BF3 ഉണ്ട്, അതേപോലെ AlCl3, ദെൻ BH3, ഇതൊക്കെ ആസിഡ്സ് ആണ്. ബേസിന്റെ കേസിൽ വരുന്നത് നമ്മുടെ NH3 വരാം, അതേപോലെ തന്നെ ഡൈഇഥൈൽ ഈഥർ OET2. ഓക്കെ, സോ ബേസിക്കലി മോസ്റ്റ്ലി ബേസിന്റെ കേസിൽ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവും. ആസിഡ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ BF3 എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം BF3ന്റെ കേസിൽ 6 ഇലക്ട്രോൺസ് മാത്രമേ വരുന്നുള്ളൂ, ഒക്ടറ്റ് കംപ്ലീറ്റ് അല്ല. അതുകൊണ്ട് തന്നെ ഇവര് ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. സോ BF3ന്റെ കേസിൽ BF3യിലുള്ള p ഓർബിറ്റൽസ് അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള p ഓർബിറ്റലിലേക്കായിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മുടെ ബേസ് വന്നിട്ട് പെയർ ഓഫ് ഇലക്ട്രോണിന് ഡൊണേറ്റ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു കേസിൽ നമുക്ക് കിട്ടുന്നത്, നമുക്കൊരു അഡക്റ്റ് ഫോർമേഷൻ ആണ് നടക്കുന്നത്, അതേപോലെ NH3. ഓക്കെ, സോ ഇതാണ് ബേസിക്കലി ലൂയിസ് ആസിഡ് ബേസ് കോൺസെപ്റ്റ് പ്രകാരമുള്ള ആസിഡ്സും ബേസസും. ഇനി നമുക്ക് pHഉം അതേപോലെ തന്നെ pKa എന്താണെന്നാണ് നോക്കേണ്ടത്. അപ്പൊ ഇതില് pH എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു സൊല്യൂഷന്റെ അകത്തുള്ള H+ അയോൺ കോൺസെൻട്രേഷന്റെ നെഗറ്റീവ് ലോഗ് ആണ് pH എന്ന് പറയുന്നത് അല്ലെ. സോ ദിസ് ഇസ് ബേസിക്കലി വെൻ വി ടേക്ക് എ സൊല്യൂഷൻ. സോ pH നമ്മൾ പറയുന്ന സമയത്ത് സൊല്യൂഷന്റെ കേസിലാണ്, ഒരു സൊല്യൂഷന്റെ pH അങ്ങനെയാണ് നമ്മൾ പറയാറുള്ളത്. ഇനി pKa എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദി നെഗറ്റീവ് ലോഗരിതം ഓഫ് Ka, where Ka is the ഡിസോസിയേഷൻ കോൺസ്റ്റന്റ്. ഇതൊരു സബ്സ്റ്റൻസ് ആണെങ്കിലും അതിന്റെ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ആണ് Ka എന്ന് പറയുന്നത്. Ka-ന്റെ നെഗറ്റീവ് ലോഗരിതം ആണ് നമ്മുടെ pKa. സോ ദിസ് pKa is a characteristic of a species. നമുക്കൊരു സ്പീഷീസിന്റെ ഇൻഹറന്റ് എബിലിറ്റി ടു ഗിവ് H+ അയോൺ അല്ലെങ്കിൽ അതിന്റെ ഇൻഹറന്റ് അസിഡിറ്റി ആണ് നമ്മൾ ബേസിക്കലി pKa വെച്ച് മെഷർ ചെയ്യുന്നത്. അപ്പം നമുക്ക് അസിഡിറ്റിയും Ka-യും pKയും റിലേറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, അസിഡിറ്റി കൂടുന്ന സമയത്ത്, അസിഡിറ്റി കൂടുതലാണെങ്കിൽ Ka-ന്റെ വാല്യൂ എന്താണ്, കൂടുതലാണ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, അസിഡിറ്റി ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു Ka. അതായത് നമ്മുടെ ഒരു സ്പീഷീസ് നന്നായിട്ട് ഡിസോസിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് കൂടുതലായിരിക്കും. സോ അസിഡിറ്റി ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു Ka, which is inversely proportional to
pKa. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ബേസിക് ആയിട്ട് ഓർത്തു വെക്കുക. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് അസിഡിക് സ്ട്രെങ്ത് ആണ്. ഒരു കോമ്പൗണ്ടിന്റെ കേസിൽ എന്തൊക്കെയാണ് അസിഡിറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്? ഓക്കെ, അതാണ് നോക്കേണ്ടത്. ഫസ്റ്റ് ഫാക്ടർ വരുന്നത് ഇലക്ട്രോനെഗറ്റിവിറ്റി ആണ്. സോ ഇലക്ട്രോനെഗറ്റിവിറ്റിന്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എടുക്കുന്നത് സെക്കൻഡ് പീരീഡിൽ വരുന്ന എലമെന്റ്സിന്റെ ഹൈഡ്രേറ്റ്സ് ആണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് മീഥൈൻ ഉണ്ട്, അതേപോലെ അമോണിയ, ദെൻ വാട്ടർ, ദെൻ HF. സോ ഇതിൽ നമ്മൾ ഇലക്ട്രോനെഗറ്റിവിറ്റിന്റെ ഓർഡർ പറയുകയാണെങ്കിൽ ഫ്ലൂറിനാണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റിവിറ്റി, ഫോളോഡ് ബൈ ഓക്സിജൻ, ദെൻ വി ഹാവ് നൈട്രജൻ, ദെൻ വി ഹാവ് കാർബൺ. ഇനി ഇവരിൽ ആരായിരിക്കും പെട്ടെന്ന് H+ അയോൺസിന് വിട്ടുകൊടുക്കുക എന്നുള്ളത് നമ്മൾ എങ്ങനെ തീരുമാനിക്കാം? അതായത് ഇപ്പം നമ്മൾ CH4 എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം H+ അയോൺസ് പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്പീഷീസ് ആണ് CH3- എന്ന് പറയുന്നത്. അതായത് ഇതൊരു ആസിഡ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കോൺജുഗേറ്റ് ബേസ് ആണ് CH3- എന്ന് പറയുന്നത്. അമോണിയ ആണെങ്കിലോ NH2- ആണ് നമുക്ക് വരുന്നത്. ദെൻ വാട്ടർ ആണെങ്കിൽ OH- കിട്ടും. ഫൈനലി നമ്മുടെ HF ആണെങ്കിൽ F- ആണ് കിട്ടുന്നത്. സോ ബേസിക്കലി നിങ്ങൾ പ്രോട്ടോൺ റിമൂവൽ ചെയ്ത് കഴിഞ്ഞാൽ, പ്രോട്ടോണിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന സ്പീഷീസിൽ ആർക്കാണ് സ്റ്റേബിൾ ആയി നിന്നുകൊണ്ട് ഈ നെഗറ്റീവ് ചാർജിനെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുന്നത് അയാളായിരിക്കും കൂടുതൽ സ്റ്റേബിൾ എന്ന് പറയുന്നത്, അല്ലേ? സോ ഈ ഒരു കേസിൽ നമുക്കറിയാം ഇപ്പൊ ഫ്ലൂറിൻ ആണ് ഏറ്റവും മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള എലമെന്റ്. സോ ഫ്ലൂറിൻ ആയിരിക്കും എപ്പോഴും എന്ത് നെഗറ്റീവ് ചാർജിനെ അക്കോമഡേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് ഫേവറബിൾ ആയിട്ട് വരുന്നത്. സോ ഇതിന്റെ ഈ കോൺജുഗേറ്റ് ബേസിന്റെ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ഫ്ലൂറിനാണ് ഏറ്റവും കൂടുതൽ, F- ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി, ദെൻ OH-, ദെൻ NH2-, CH3-. ഇത് നമ്മൾ പറയുന്നത് ഏത് വെച്ചിട്ടാണ്? നമ്മൾ ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിൽ വെച്ചിട്ടാണ് എന്ന് നമ്മൾ പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള സ്പീഷീസ് ഫോം ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ് എന്ന് പറയുന്നത് HF ആണ്. HF-ന് പെട്ടെന്ന് H+നെ കൊടുക്കാൻ പറ്റും, കാരണം F- എന്ന് പറയുന്നത് സ്റ്റേബിൾ ആണ്. ഓക്കെ, മോസ്റ്റ് സ്റ്റേബിൾ. ദെൻ വാട്ടർ, ദെൻ അമോണിയ, ആൻഡ് ഫൈനലി CH4. CH4 അത്ര പെട്ടെന്ന് H+നെ കൊടുക്കുന്ന ആളല്ല, നമുക്ക് അറിയാം, അല്ലെ? ഇനി CH3OH-ഉം CH3NH2-ഉം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ സെയിം കോൺസെപ്റ്റ് ആണ് വരുന്നത്. നമുക്ക് ഓക്സിജൻ ഉണ്ട്, ഇവിടെയാണെങ്കിലോ നൈട്രജൻ ആണുള്ളത്. സോ ഓക്സിജൻ ആണ് കൂടുതൽ ഇലക്ട്രോനെഗറ്റീവ്, അതുകൊണ്ട് തന്നെ ഓക്സിജന് ഇലക്ട്രോൺസിന് പുൾ ചെയ്യാനുള്ള ടെൻഡൻസിയാണ് കൂടുതൽ. സോ H+ അയോൺസ് പെട്ടെന്ന് പുറത്തേക്ക് പോകും. സോ അതുകൊണ്ട് തന്നെ ഇവിടെ അസിഡിക് സ്ട്രെങ്ത്തിന്റെ ഓർഡർ എന്ന് പറയുന്നത് CH3OH ഗ്രേറ്റർ ദാൻ CH3NH2. ഇനി നമ്മൾ അടുത്ത ഫാക്ടർ ആണ് സൈസ് വരുന്നത്. ഇത് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് നമ്മുടെ ഹാലജൻസിന്റെ ഹൈഡ്രേറ്റ്സ് ആണ്. ഓക്കെ, സോ ദീസ് ആർ ഓൾ ഹാലജൻ ആസിഡ്സ്. അപ്പം ഈ ഹാലജൻസിന്റെ കേസിൽ നമ്മുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി പ്രകാരമാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഫ്ലൂറിൻ ആണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റിവിറ്റി, ദെൻ ഫ്ലോറിൻ, ദെൻ ബ്രോമിൻ, ദെൻ അയഡിൻ. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും എക്സ്പെക്ട് ചെയ്യുന്നത് എന്താ? HF ഗ്രേറ്റർ ദാൻ HCl ഗ്രേറ്റർ ദാൻ HBr ഗ്രേറ്റർ ദാൻ HI. കാരണം എന്താ? നമ്മുടെ ഇലക്ട്രോനെഗറ്റിവിറ്റിന്റെ ഓർഡർ പ്രകാരം ഇപ്പം നമ്മൾ ലാസ്റ്റ് കണ്ടു, ഇലക്ട്രോനെഗറ്റിവിറ്റി കാരണമാണ് നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ് കിട്ടുന്നത് HF-ന്റെ കേസിൽ. ഓക്കെ, ബട്ട് ആക്ച്വൽ കേസിൽ ഈ ഓർഡർ നേരെ റിവേഴ്സ് ആണ്. അതിന്റെ കാരണം വരുന്നത് സൈസ് ആണ്. ഓക്കെ, നമ്മൾ താഴേക്ക് പോകും തോറും സൈസ് കൂടിക്കൂടി വരും, അല്ലെ? അപ്പൊ നമ്മൾ ഈ ഒരു H+നെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? F-, Cl-, Br-, I-. ഇനി നിങ്ങൾ നോക്കിയേ, ഈ H എന്ന് പറയുന്നത് ബേസിക്കലി 1s ഓർബിറ്റലാണ്. F എന്ന് പറയുന്നതോ നമ്മുടെ ഫ്ലൂറിന്റെ വാലൻസ് ഷെൽ എന്ന് പറയുന്നത് 2p ആണ്. അതേസമയം നമ്മുടെ ക്ലോറിൻ്റെത് 3p ആണ്. ദെൻ ബ്രോമിന്റെ കേസിൽ 4p വരും, അതേപോലെ അയഡിന്റെ കേസിൽ 5p വരും. ഓക്കെ, സോ ഈ ഒരു കോമ്പിനേഷൻ ഇവർ തമ്മിൽ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഫ്ലൂറിനായിരിക്കും ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഓവർലാപ്പ് ചെയ്ത് നിൽക്കാൻ വേണ്ടി പറ്റുന്നത്, അല്ലെ? സോ ഇവിടെയാണ് ഇൻട്രാക്ഷൻ കൂടുതൽ, അതായത് HF-ന്റെ ഈ ഒരു ബോണ്ടാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ട് വരുന്നത്. ഓക്കെ, സോ അതേസമയം Cl, Br ഇങ്ങോട്ടേക്ക് പോകുന്തോറും ആ ഒരു സ്ട്രെങ്ത് കുറഞ്ഞു വരിക ചെയ്യുക. അപ്പൊ നമ്മുടെ HI എന്ന് പറയുന്നത് ഈ ഒരു ബോണ്ട് വീക്ക് ആയതുകൊണ്ട് HI ബോണ്ട് ഇസ് വീക്കർ ദാൻ റെസ്റ്റ് ഓഫ് ദ 3. സോ ഈ HI ബോണ്ട് വീക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?
പെട്ടെന്ന് ഇതിനെ ബ്രേക്ക് ചെയ്ത് H+നെ റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ അസിഡിക് സ്ട്രെങ്ത് വരുന്നത് എങ്ങനെയാ? HI greater than HBr greater than HCl greater than HF. ഓക്കെ, സോ ഏറ്റവും കൂടുതൽ അസിഡിക് സ്ട്രെങ്ത് വരുന്നത് HIക്കാണ്. അതേപോലെ വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ I- ഉണ്ടല്ലോ, I- എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ലാർജ് ആയിട്ടുള്ള അയോൺ ആണ് അല്ലെ. ഇപ്പൊ Br-നെയും Cl-നെയും F- ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് I- ഇസ് കമ്പാരിറ്റീവ്ലി ലാർജർ. അതുകൊണ്ട് തന്നെ ഇത്രയും വലിയ സ്പേസിൽ നമുക്ക് ഈ നെഗറ്റീവ് ചാർജിനെ ഉൾക്കൊള്ളിക്കാൻ പറ്റും. അതായത് നെഗറ്റീവ് ചാർജിനെ വലിയ സ്പേസിൽ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ I- എന്ന് പറയുന്ന അയോൺ ആയിരിക്കും കൂടുതൽ സ്റ്റേബിൾ. സോ കോൺജുഗേറ്റ് ബേസിന്റെ സ്റ്റെബിലിറ്റി പറയുന്ന സമയത്ത് I- is greater than Br- greater than Cl- greater than F-. സോ ഇലക്ട്രോനെഗറ്റിവിറ്റിയും സൈസും രണ്ടും വരുന്ന സമയത്ത് നമ്മൾ ഏതിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്? സൈസിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അപ്പൊ ഇവിടെ നമ്മൾ സൈസിന്റെ ബേസിസിലാണ് എന്ത് പറഞ്ഞിട്ടുള്ളത്? ആസിഡ്സിന്റെ സ്ട്രെങ്ത് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഫാക്ടർ ആണ് ഹൈബ്രിഡൈസേഷൻ. ദിസ് ഇസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ഇവിടെ നമുക്ക് ഈത്തൈൻ ഉണ്ട്, ഈത്തീൻ ഉണ്ട്, അതേപോലെ തന്നെ ഈതെയിൻ ഉണ്ട്. അപ്പൊ ഇതില് ഈത്തൈൻ്റെ കേസിൽ നമുക്കറിയാം ദ കാർബൺ ഇസ് sp ഹൈബ്രിഡൈസ്ഡ്. ഈത്തീൻ ആണെങ്കിലോ sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. ഈതെയിൻ ആണെങ്കിൽ sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്. ഓക്കെ, സോ ഈ മൂന്നെണ്ണം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിന്റെ ഇലക്ട്രോനെഗറ്റീവ് നേച്ചർ എന്ന് പറയുന്നത് ആർക്കായിരിക്കും കൂടുതൽ? എസിന്റെ കോൺട്രിബ്യൂഷൻ എവിടെയാണോ കൂടുതൽ അയാൾക്കായിരിക്കും ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതൽ. ഈ ഒരു കേസിൽ 50% S ക്യാരക്ടറും 50% P ക്യാരക്ടറും ആയിരിക്കും ഉണ്ടാവുന്നത്. ഇവിടെയാണെങ്കിലോ നമുക്ക് 33% S ക്യാരക്ടർ ആണ് വരുന്നത്. ഈ ഒരു കേസിൽ 25% S ക്യാരക്ടർ ആണ് വരുന്നത്. ഓക്കെ, സോ നമ്മുടെ S ക്യാരക്ടർ കൂടാന്ന് പറയുമ്പം, എസിന്റെ ക്യാരക്ടർ കൂടാന്ന് പറയുമ്പോൾ നമുക്കറിയാം S ഓർബിറ്റലാണ് ന്യൂക്ലിയസുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്. സോ എസ് ക്യാരക്ടർ കൂടാന്ന് പറയുമ്പോൾ ന്യൂക്ലിയസുമായിട്ട് ഏറ്റവും അടുത്തായിരിക്കും ആര്? sp ഹൈബ്രിഡ് ഓർബിറ്റൽസ്. ഓക്കെ, sp ഹൈബ്രിഡ് ഓർബിറ്റൽ എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ആയിട്ട് വളരെ അടുത്തായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ കാർബൺ ആറ്റത്തിന്റെ ഇലക്ട്രോൺ ഡെൻസിറ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂടുതലായിട്ട് അട്രാക്ട് ചെയ്യാൻ വേണ്ടി പറ്റും ന്യൂക്ലിയസിന്. അതുകൊണ്ട് ഈ H+ ആയിരിക്കും എത്രയും പെട്ടെന്ന് റിമൂവ് ആവുന്നത്. സോ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നത് sp ആയിരിക്കും കൂടുതൽ ഇലക്ട്രോനെഗറ്റീവ്, കാരണം S ക്യാരക്ടർ കൂടുതലാണ്. ഓക്കെ, സോ നമുക്ക് ഇവിടെ പറയാം ഇലക്ട്രോനെഗറ്റിവിറ്റി ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു S ക്യാരക്ടർ. എവിടെയാണോ S ക്യാരക്ടർ കൂടുതൽ അവിടെയാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതൽ. സോ sp-ക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റിവിറ്റി, ദെൻ sp2, ദെൻ sp3. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ H+ എല്ലാത്തിലും മൂന്നിലും H ഉണ്ട്. സോ ഏത് ഹൈഡ്രജനെ ആയിരിക്കും പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ പറ്റുന്നത്? ആർക്കാണോ H ക്യാരക്ടർ കൂടുതൽ അയാൾക്കായിരിക്കും, അല്ലെങ്കിൽ ആർക്കാണോ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതൽ അയാൾക്കായിരിക്കും പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, സോ ഈ ഒരു കേസിൽ ഇതായിരിക്കും ഓർഡർ ഓഫ് അസിഡിറ്റി എന്ന് പറയുന്നത്. ഈത്തൈൻ ആയിരിക്കും ഏറ്റവും കൂടുതൽ അസിഡിറ്റി, ദെൻ ഈത്തീൻ, ദെൻ ഈതെയിൻ. ഓക്കെ, ഇതാണ് ഹൈബ്രിഡൈസേഷന്റെ കാര്യം. ഇനി അടുത്ത നമ്മുടെ ഫാക്ടർ ആണ് സബ്സ്റ്റിറ്റുവൻസ്. എഫക്റ്റ് ഓഫ് സബ്സ്റ്റിറ്റുവൻസ്, ഏതൊക്കെ സബ്സ്റ്റിറ്റുവൻസ് ഏതൊക്കെ രീതിയിൽ എഫക്ട് ചെയ്യുന്നുള്ളത് ഇത് നമുക്ക് ഓൾറെഡി അറിയുന്നതായിരിക്കും. നമ്മൾ മെയിൻ ആയിട്ട് ഇൻഡക്റ്റീവ് എഫക്റ്റും അതേപോലെ തന്നെ മീസോമറിക് എഫക്റ്റും വരും. മീസോമറിക് എഫക്റ്റ് നമുക്ക് അടുത്ത് നോക്കാം. ഇവിടെ നിങ്ങൾ നോക്കൂ, ഇവിടെയാണെങ്കിൽ നമുക്ക് ബ്രോമിൻ, ക്ലോറിൻ, ഫ്ലൂറിൻ, ഇവിടെയാണെങ്കിലോ പ്രത്യേകിച്ച് സബ്സ്റ്റിറ്റുവൻസ് ഒന്നും വരുന്നില്ല. അപ്പോൾ ഇതിൽ നമ്മുടെ -I ഇഫക്റ്റ് ആണ് നമ്മൾ നോക്കുന്നത്. -I ഇഫക്റ്റ് ഓഫ് ഫ്ലൂറിൻ ഇസ് ഗ്രേറ്റർ ദാൻ ക്ലോറിൻ, ഗ്രേറ്റർ ദാൻ ബ്രോമിൻ. അതുകൊണ്ട് തന്നെ ആരായിരിക്കും കൂടുതൽ അസിഡിക്? ഫ്ലൂറിൻ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള എത്തനോയിക് ആസിഡ് ആയിരിക്കും കൂടുതൽ അസിഡിക്, ദെൻ ക്ലോറിൻ, ദെൻ ബ്രോമിൻ, ദെൻ അൺസബ്സ്റ്റിറ്റ്യൂട്ടഡ്. ഓക്കെ, ഇനി ഇവിടെ നമുക്കറിയാം നമ്മുടെ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഡിപ്പെൻഡന്റ് ആണ്. അപ്പം ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ചിട്ട് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് കുറഞ്ഞു വരും. അപ്പൊ ആരായിരിക്കും കൂടുതൽ അസിഡിക്? ഫസ്റ്റ് വൺ ആയിരിക്കും കൂടുതൽ അസിഡിക്. ഇവിടെ Br എന്ന് പറയുന്നത് നമ്മുടെ COH ഗ്രൂപ്പ്. അസിഡിക് ആയിട്ടുള്ള പ്രോട്ടോൺ ബേസിക്കലി ഈ ഒരു പ്രോട്ടോൺ ആണ് അല്ലെ. ഈ ഒരു പ്രോട്ടോൺ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കാർബോക്സിലേറ്റ് അയോണിനെ സ്റ്റെബിലൈസ് ചെയ്യുന്നതാണ് ആര്? നമ്മുടെ Br എന്ന് പറയുന്നത്. -I ഇഫക്റ്റ് യൂസ് ചെയ്തിട്ടാണ് സ്റ്റെബിലൈസേഷൻ നടക്കുന്നത്. ഇനി
ഇവിടെ ആണെങ്കിലോ ഡിസ്റ്റൻസ് കൂടുതലാണ്, ഇവിടെ വീണ്ടും കൂടുതലാണ്. സോ ദിസ് ഇസ് ദി ഓർഡർ ഓഫ് അസിഡിറ്റി. നെക്സ്റ്റ് ഡീലോക്കലൈസേഷൻ. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ മീസോമറിക് ഇഫക്റ്റ് ആണ്. ഓക്കെ, മീസോമറിക് ഇഫക്റ്റ് അതായത് -m ഇഫക്റ്റ്. നമ്മൾ -i ഇഫക്റ്റ് കണ്ടു. ക്ലോറിൻ വരുന്ന ഡിഫറെന്റ് ആസിഡ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഹൈപ്പോക്ലോറസ് ആസിഡ് ഉണ്ട്, ക്ലോറസ്, ക്ലോറിക്, പെർക്ലോറിക്. അപ്പൊ നമ്മൾ ഈ പെർക്ലോറിക് ആസിഡ് ആണ് ഇവിടെ വരച്ചിട്ടുള്ളത്. അപ്പൊ ഇതിലെ H+ അയോണിനെ പുറത്തേക്ക് കളയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ClO- ദെൻ 3 ഡബിൾ ബോണ്ട് വരും അല്ലെ. 3 ഡബിൾ ബോണ്ട്സിന് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു നെഗറ്റീവ് ചാർജിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ഡബിൾ ബോണ്ടാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇങ്ങനെ വരും. അതേപോലെ തന്നെ ഇയാൾക്കും പറ്റും, ദെൻ ഇവർക്കും പറ്റും അല്ലെ. സോ നമുക്ക് ഡിഫറെന്റ് നമ്പർ ഓഫ് സ്ട്രക്ചേഴ്സ് പോസിബിൾ ആണ്. മോർ ദ നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റം, കൂടുതൽ സ്ട്രക്ചേഴ്സ് ഇവിടെ പോസിബിൾ ആണ്. സോ ഇവിടെ നമുക്ക് 3 ഓക്സിജൻ ആറ്റംസ് ഉണ്ട്, ഇവിടെ 2 എണ്ണേ ഉള്ളൂ, ഇവിടെ 1 എണ്ണേ ഉള്ളൂ, ഇവിടെ ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എത്രമാത്രം നമുക്ക് ഡീലോക്കലൈസേഷൻ പോസിബിൾ ആണോ നമുക്ക് കിട്ടുന്ന കോൺജുഗേറ്റ് ബേസിനെ സ്റ്റേബിൾ ആക്കാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ ഓർഡർ ഓഫ് അസിഡിറ്റി എന്ന് പറയുന്നത് ഇതായിരിക്കും. ഏറ്റവും കൂടുതൽ അസിഡിക് ആയിട്ട് വരുന്നത് പെർക്ലോറിക് ആസിഡ് ആയിരിക്കും. ഓക്കെ, ആൻഡ് ഫൈനലി നമുക്കുള്ളത് ഓർത്തോ എഫക്റ്റ് ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതായത് ബേസിക്കലി പറയുന്നത് നമ്മളൊരു അരോമാറ്റിക് ആസിഡ്, ബെൻസോയിക് ആസിഡ് ഒരു അരോമാറ്റിക് ആസിഡ് ആണ്. അതിൻ്റെ ഓർത്തോ പൊസിഷനിൽ ഏത് ഗ്രൂപ്പ് വന്നാലും, അതായത് ഗ്രൂപ്പ് ഏതാണെങ്കിൽ കുഴപ്പമില്ല, ഇവിടെ നമുക്കൊരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണുള്ളത്, നൈട്രോ ഗ്രൂപ്പ്. അതേസമയം ഇവിടെയാണെങ്കിലോ നമുക്കൊരു ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പാണുള്ളത്. സോ ഇറസ്പെക്റ്റീവ് ഓഫ് ദി നേച്ചർ ഓഫ് ഗ്രൂപ്പ് അറ്റ് ദി ഓർത്തോ പൊസിഷൻ, ഇത് ഓർത്തോ പൊസിഷനിൽ മാത്രം ബാധകമായിട്ടുള്ളൂ, ഓർഗാനിക് ആസിഡിന്റെ അസിഡിറ്റി ഇൻക്രീസ് ചെയ്യും, അതാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം ഇറസ്പെക്റ്റീവ് ഓഫ് ദി നേച്ചർ ഓഫ് സബ്സ്റ്റൻസ് പ്രസന്റ് അറ്റ് ദി ഓർത്തോ പൊസിഷൻ ഓഫ് കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് അസിഡിറ്റി ഓഫ് അരോമാറ്റിക് ആസിഡ് ഇസ് ഇൻക്രീസ്ഡ്. അതായത് നമ്മുടെ കാർബോക്സിലിക് ഗ്രൂപ്പിന്റെ ഓർത്തോ പൊസിഷനിൽ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പോ ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പോ ഏത് ടൈപ്പ് ഗ്രൂപ്പ് വന്നാലും നമ്മുടെ കോമ്പൗണ്ടിന്റെ അസിഡിറ്റി ഇൻക്രീസ് ചെയ്യും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്നാമത്തെ കാര്യം, ഇത് അരോമാറ്റിക് ആസിഡ്സിന്റെ കേസിലാണ് ഈ ഒരു കാര്യം പറയുന്നത്. അതേപോലെ തന്നെ ഓർത്തോ പൊസിഷനിൽ വന്നാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, കൺസിഡർ ചെയ്യുന്നുള്ളൂ. അതാണ് ഓർത്തോ ഇഫക്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് അരോമാറ്റിസിറ്റി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഇപ്പോൾ നിങ്ങൾ അരോമാറ്റിസിറ്റി നമ്മൾ പറയുന്ന സമയത്ത് ഈ 2 കോമ്പൗണ്ട്സ് കൺസിഡർ ചെയ്യുക. ഫസ്റ്റ് കേസിൽ നമുക്കറിയാം ഇവിടുത്തെ ഹൈഡ്രജൻ, ഇവിടെ നമുക്ക് 2 ഹൈഡ്രജൻസ് അവൈലബിൾ ആണ്. അതിലൊരു ഹൈഡ്രജൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് കിട്ടും അല്ലേ. ഇവിടെ അങ്ങനെ തന്നെ ഇവിടുത്തെ ഒരു ഹൈഡ്രജൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് ചാർജ് കിട്ടും. സോ ദിസ് സിസ്റ്റം ബിക്കംസ് അരോമാറ്റിക്. അപ്പോൾ നമ്മൾ ഒരു H+ റിമൂവൽ നടന്നു കഴിഞ്ഞാൽ സിസ്റ്റം എന്തായി? അരോമാറ്റിക് ആയി. അരോമാറ്റിക് ആവുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ അസിഡിറ്റി വളരെ കൂടുതലായിരിക്കും. ഇവിടെ നിങ്ങൾ നോക്കൂ, ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നത് 4 and 5 ഇലക്ട്രോൺ സിസ്റ്റമാണ്. അതായത് നമുക്ക് ടോട്ടൽ 4 ഇലക്ട്രോൺസ് ആണ് ഉള്ളത് അല്ല. ഇവിടെ ആണെങ്കിലോ 6 ഇലക്ട്രോൺസ് ആണുള്ളത്, 6 pi ഇലക്ട്രോൺസ് ആണുള്ളത്, ഇവിടെ 4 pi ഇലക്ട്രോൺസ് ആണുള്ളത്. സോ ദിസ് സിസ്റ്റം ഈസ് ആൻറ്റി അരോമാറ്റിക്. അപ്പോൾ ഇങ്ങനെ ആൻറ്റി അരോമാറ്റിക് ആവുന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു ഹൈഡ്രജന് വിട്ടുകൊടുക്കാൻ തയ്യാറാവില്ല. അപ്പോൾ ഇത് ലീസ്റ്റ് അസിഡിക് ആയിരിക്കും. ബട്ട് ഈ ഒരു ഫസ്റ്റ് കോമ്പൗണ്ട് എന്ന് പറയുന്നത് മോർ അസിഡിക് ആയിരിക്കും. അപ്പോൾ അസിഡിറ്റിൻ്റെ ഓർഡർ ഇങ്ങനെ വരും. ഇനി നിങ്ങൾ ഓർത്ത് വെക്കേണ്ട വേറൊരു കാര്യം, എമംഗ് ദി ഫങ്ഷണൽ ഗ്രൂപ്പ് COOH ഇസ് ദി മോസ്റ്റ് അസിഡിക് ഗ്രൂപ്പ്. നമ്മളെ ഓർഗാനിക് കെമിസ്ട്രിയിലുള്ള ഡിഫറെൻറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാർബോക്സിലിക് ഗ്രൂപ്പാണ് ഏറ്റവും അസിഡിക് ആയിട്ടുള്ള ഗ്രൂപ്പ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് നമുക്ക് അസിഡിറ്റിനെ കുറിച്ചിട്ട് അറിയാനുള്ളത്. ഇനി നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ അടുത്ത വീഡിയോയിൽ നമ്മൾ ഒരു 10 പ്രോബ്ലംസ്, നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ ഒക്കെ കോൺസെപ്റ്റ് ബേസ് ചെയ്തിട്ട് നമുക്ക് പറയാം. ഓക്കെ, അസിഡിറ്റിൻ്റെ ഓർഡറും ഏതാണ് ഏറ്റവും അസിഡിക് ആയിട്ടുള്ള ഹൈഡ്രജൻ വരുന്നത് എന്നൊക്കെ ഉള്ളത് നമുക്ക് പറയാം. സോ ഇത്രയും ഈ വീഡിയോയിൽ നമ്മൾ പറയാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. താങ്ക് യു.